Welcome to IET English Learning Club. 13-ാം ദിവസം ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സ് സൂപ്പർ ഡ്യൂപ്പർ ആകുന്നു. ശ്രദ്ധിച്ചു കാണണേ. എപ്പിസോഡ് 13-ാം ദിവസം. അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാം ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ. നമുക്ക് ആർട്ടിക്കിൾസ്, അതായത് നാമവിശേഷണം എന്താണ് എന്ന് നോക്കാം. എന്താ? അതെ, ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും പത്രം വായിക്കുന്നതിനും ഗ്രാമർ പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടുന്നതിനും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ആർട്ടിക്കിൾസ്. അപ്പൊ ആർട്ടിക്കിൾസിനെ പറ്റി തീർച്ചയായും നാം ഒന്നുകൂടെ പഠിക്കാം, അല്ലേ? കൂടുതൽ പഠിക്കാം. എ ആൻഡ് ദി എന്നിവയാണ് ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. നാമങ്ങൾക്ക്, അതായത് നൗൺസിന് മുൻപാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. എ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ, അതായത് കൺസണന്റിലെ ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപിൽ എ ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ? എ ബാഗ്, എ ബുക്ക്, ഇതൊക്കെ ഉദാഹരണം. ശരി, അങ്ങനെയാണെങ്കിൽ ആൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? സ്വരാക്ഷരങ്ങളായ എ, ഇ, ഐ, ഒ, യു എന്ന ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ? ആൻ എനിമി. ദി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കാൻ ദി ഉപയോഗിക്കുന്നു. പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുൻപിലും ദി ഉപയോഗിക്കണം, അല്ലേ? എന്നാല് വ്യക്തികൾ, സ്ഥലങ്ങൾ എന്നിവയ്ക്ക് മുൻപിൽ ദി ഉപയോഗിക്കുന്നില്ല. അതായത് ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, നഗരങ്ങൾ എന്നിവയ്ക്ക് മുൻപിൽ ദി ഉപയോഗിക്കുന്നില്ല. ശരി, ഇത്രയും ഓർത്തിരുന്നാൽ ആർട്ടിക്കിൾസ് ചേർത്ത് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് പരീക്ഷയിലെ ആർട്ടിക്കിൾസ് വിഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാനും കഴിയും, അല്ലേ? പിന്നല്ലാതെ. ഇനി പറയുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചാൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് നേടാനും സാധിക്കും. ശരി, നമുക്കൊന്ന് പഠിച്ചു തുടങ്ങിയാലോ? നോക്കാം. ദി ട്രെയിൻ ഹാസ് സ്റ്റോപ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ദി എന്ന പ്രയോഗം കയറി വന്നു? എന്തുകൊണ്ട് അവിടെ എ ട്രെയിൻ ഹാസ് സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞില്ല? എ ആൻഡ് ദി എന്നിവ പ്രയോഗിക്കുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുകൂടി നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. മുൻപ് പരാമർശിക്കപ്പെട്ടതോ അല്ലാതെ മറ്റെന്തെങ്കിലും പ്രത്യേകതയുള്ളതോ ആയ ഒരു പദത്തിന്റെ മുൻപിൽ ദി എന്ന് ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അല്ലാത്തപ്പോൾ എ എന്ന് ചേർക്കുന്നു. ഒരു ഉദാഹരണം കൊണ്ട് ഇതൊന്ന് വ്യക്തമാക്കി തരാമോ? ഐ സോ എ ബോയ്. ഞാൻ ഒരാൺകുട്ടിയെ കണ്ടു, അല്ലേ? അതെ, ഐ സോ ദ ബോയ്. ഞാൻ ആ ആൺകുട്ടിയെ കണ്ടു. ആദ്യത്തേതില് ഏതോ ഒരു ആൺകുട്ടി. ഐ സോ എ ബോയ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു ആൺകുട്ടി, അല്ലേ? അതെ. രണ്ടാമത്തേതാണെങ്കിൽ നാം മുമ്പ് പറഞ്ഞു വന്ന നമുക്കറിയാവുന്ന ഒരു പ്രത്യേക ആൺകുട്ടി, അതായത് ഐ സോ ദ ബോയ്, അല്ലേ? അതിനാണ് ദി ചേർത്തത്. ഒരു പ്രത്യേക ആൺകുട്ടി എന്നർത്ഥം വരാൻ, അല്ലേ? അതെ. ഇത് എല്ലായിടത്തും ബാധകമാണ് കേട്ടോ. എ എന്ന് ചേർത്താൽ മുമ്പ് പരാമർശിച്ചിട്ടില്ലാത്തതെന്നും ദി എന്ന് ചേർത്താൽ പരാമർശിച്ചിട്ടുള്ളതെന്നും അർത്ഥമാക്കുന്നു. പ്രത്യേകതയില്ലാത്ത ഒന്നിനെ പറയുമ്പോൾ എ ചേർക്കുന്നു, അല്ലേ? അതെ. പ്രത്യേകത ഉള്ളത് എന്ന് പറയുമ്പോൾ ദി ചേർക്കുന്നു. ഇതിൽ രണ്ടിലും പെടാത്ത ഒരുവനാണല്ലോ ആൻ. അതെന്താണ്? നോക്കൂ, ഈ എ, ഇ, ഐ, ഒ, യു അത് കേവലം അക്ഷരങ്ങൾ മാത്രമല്ല, അവ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അതെ. ഉദാഹരണം നോക്കിയാലോ? തീർച്ചയായിട്ടും ഒരു ഉദാഹരണം പറയും. ഇത് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം. തോമസ് ഈസ് ആൻ ആർട്ടിസ്റ്റ്. ഇവിടെ എ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു നോക്കൂ. അത് തെറ്റാണ്. അത് എയുടെ ഒരു ചെറിയ രൂപഭേദം മാത്രമാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ ആൻ ചേർക്കാൻ ഇംഗ്ലീഷിൽ നിയമമുണ്ടാക്കിയത്. വവൽ സൗണ്ട്സ് എന്നാണ് അക്ഷരങ്ങൾ അറിയപ്പെടുന്നത്. അക്ഷരങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഈ അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം എവിടെ വന്നാലും അതിന് എക്ക് പകരം ആൻ ചേർക്കണം കേട്ടോ.
ഉദാഹരണമായിട്ട് ആൻ അവർ, അവർ എന്ന വാക്ക് എച്ചിലാണ് തുടങ്ങുന്നതെങ്കിലും അതിലെ എച്ച് നിശബ്ദമാണ്, അതായത് സൈലന്റ് ആണ്. ദി, എ, ആൻ എന്നിവയെക്കുറിച്ച് ഇത്രയേ അറിയാനുള്ളൂ. ഇത്രയും പഠിച്ചാൽ ആർട്ടിക്കിൾസിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതാൻ കഴിയും. അതോടൊപ്പം തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാനും കഴിയും. കൂടുതൽ പഠനത്തിനായി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഗ്രാമർ ഫോർമുല എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് 2 പേജ് നമ്പർ 366 മുതൽ നോക്കി പഠിക്കുക. ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 200 രൂപ വിലയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന പുസ്തകം വെറും 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. 9461780038 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ. 13 ദിവസമായി ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സ് പഠിച്ച് ഇംഗ്ലീഷ് ഗ്രാമറിനെ നമ്മൾ വശത്താക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോ ഇനി 14-ാം ദിവസം കാണാൻ മറക്കരുതേ. തീർച്ചയായിട്ടും കാണും.